ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിസ്റ്റോറിയയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞകാല എക്സാമുകളിലെ മാത്സിന്റെ ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഞങ്ങളുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 108 km/h വേഗത്തിലോടുന്ന 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 180 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ദൂരവും വേഗതയും ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്ത് കാണാനാ? സമയം കാണാനാണ്. അപ്പൊ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സമയം ഈക്വൽ ടു ദൂരം ബൈ വേഗത. ഓക്കെ, ദൂരം ബൈ വേഗത. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കണം കേട്ടോ. അതൊരു ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ദൂരം തന്നിട്ടുള്ളത് 240 മീറ്ററും തന്നിട്ടുണ്ട്, 180 മീറ്ററും തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദൂരം കിട്ടും അല്ലെ. അതായത് 240 പ്ലസ് 180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദൂരം കിട്ടും. ദെൻ വേഗത നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ എന്തിലാണ്? 108 km/h. നമുക്ക് പക്ഷെ സെക്കൻഡിലാണ് ഒക്കെ കിട്ടേണ്ടത് അല്ലെ, ആൻസർ കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 108 km/h നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 108 × 5/18. ഓക്കെ, km/h സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 108 × 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? 9 2 18, 5 2 10, 4 2 8. ഓക്കെ, 9 54, 6 പ്രാവശ്യം 6 5 30 അല്ലെ, 30. ദെൻ 180ഉം 240ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 420 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ നോക്കാം. നമുക്ക് 3 വെട്ടി പോവും അല്ലെ. ഒരു 3 3, 4 3 12. എത്രയാണ് ആൻസർ കിട്ടുക? 14 ആൻസർ കിട്ടും. 14 സെക്കൻഡ് എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ PSC സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇത്ര വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം കടക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? അപ്പൊ സമയത്തിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ദൂരം ബൈ വേഗതയാണ്. ചിലപ്പോൾ വേഗത കാണാനാവും ചോദിക്കുക, ചിലപ്പോൾ ദൂരം കാണാനാവും ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇത് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 14 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു സംഖ്യയുടെ 1/4 ഭാഗം 50 എങ്കിൽ 1/10 ഭാഗം എത്ര? വളരെ സിമ്പിൾ അല്ലേ. ഒരു സംഖ്യ എന്ന് വെച്ചാൽ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എക്സിന്റെ 1/4 ഭാഗം എന്ന് പറയുന്നത് 50 ആണെന്ന് പറയുന്നു. സോ എക്സ് എത്രയായിരിക്കും? 50 × 4. ഓക്കെ, 4 5 20. അപ്പൊ നമുക്ക് എത്ര കിട്ടും? എക്സ് എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, അപ്പൊ ഒരു സംഖ്യയുടെ 1/4 ഭാഗം 50 എങ്കിൽ നമുക്ക് എക്സ് എത്രയാണ്? 200 ആണെന്ന് കിട്ടി. ചോദിച്ചിട്ടുള്ളത് എന്താ? 1/10 ഭാഗം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എക്സ് 200 എങ്കിൽ അതിന്റെ 1/10 ഭാഗം എത്രയാണ്? സിമ്പിൾ അല്ലേ. എത്ര കിട്ടും നമുക്ക്? 20 ആണെന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എക്സ് ആയിട്ട് നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അതായത് ഒരു സംഖ്യയുടെ 1/4 ഭാഗം എന്ന് പറയുന്നത് 50 എങ്കിൽ എക്സിന് നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 50 × 4 200 ആണെന്ന് കിട്ടി. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു? ആ എക്സിനെ നമുക്ക് എക്സ് എത്രയാണ്? 200 ആണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? അതിന്റെ 1/10 ഭാഗം എത്രയാണെന്നാണ്. ഓക്കെ, ദെൻ 0 0 വെട്ടിപ്പോയി 20 ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 20 ആണെന്ന്. എക്സ് എത്രയാണ്? 1/4 ഭാഗം 50 എങ്കിൽ അതിന്റെ 1/10 ഭാഗം എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? നമുക്ക് 20 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2/9 പ്ലസ് 5/6 മൈനസ് 1/3 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ തന്നിട്ടുള്ളത് ഛേദമാണല്ലോ, മുകളിലുള്ളത് അംശമാണ്. ഛേദത്തിന്റെ LCM എടുക്കുക നമ്മൾ. ഓക്കെ, 9 6 3. LCM കണ്ടോ? 3 3 9, 2 3 6, 1 3 3. ദെൻ 3 1 2 1. 3 × 3 × 2 × 1 × 1. 3 3 9 9 2 18. LCM എത്രയാണ്? നമുക്ക് 18 ആണെന്ന് കിട്ടി. ഓക്കെ, ആ ഛേദം നമ്മൾ അതുപോലെ എഴുതുന്നു. LCM എത്രയാണ്? നമുക്ക് 18 ആണെന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
9 18 ആവാൻ നമ്മൾ എന്താ ചെയ്യണത്? 9 × 2 ആണ് 18. ഈ രണ്ടിനെ നമ്മൾ മുകളിലുള്ള അംശത്തിനെ കൊണ്ട് നമ്മൾ അംശമുണ്ടല്ലോ, അംശം എത്രയാണ്? 2 ആണ്. സോ ഈ 2 കൊണ്ട് നമ്മൾ 9നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 18 കിട്ടിയത്. ആ 2 കൊണ്ട് തന്നെ നമ്മൾ മുകളിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 × 2 4 ആണെന്ന് കിട്ടി. ചിഹ്നം പ്ലസ് ആണ്. ദെൻ 6 18 ആകാൻ 6 3 18 ആണ്. സോ നമ്മൾ 6 × 3 ചെയ്തു, മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 5 15 ആണെന്ന് കിട്ടി. മൈനസ് 3 18 ആവാൻ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അതേപോലെ മുകളിൽ 1നെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. 4+, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LCM കണ്ടിട്ട് നമുക്ക് 18 ആണല്ലോ കിട്ടിയത്. അപ്പൊ ഈ 18 9 18 ആവാൻ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മുകളിലുള്ള അംശത്തെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ അടിയിൽ നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് ആ സംഖ്യനെ നമ്മൾ അംശത്തിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 4 + 15 - 6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 13 കിട്ടും. 13/18 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ്? 13/18 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അവസാനത്തെ 2 കണക്കുകൾ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ് കേട്ടോ. 0.1 + 0.01 + 0.001 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എങ്ങനെ എഴുതണം? 0.1. ഓക്കെ, ദെൻ ഈ പോയിന്റ് ഇവിടെ ഇടുക 0.1. ഈ 0 ഇവിടെ തന്നെ എഴുതുക. ദെൻ അടുത്ത പോയിന്റ് ഇവിടെ ഇടുക 0.0.1. ഈ 0 ഇവിടെ ഇടുക. ഓക്കെ, പ്ലസ് എത്ര കിട്ടുക? 1 1 1. എത്ര കിട്ടുക? 0.111 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കാണാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12 14 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 4 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? LCM കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം അല്ലെ, 12 14 16. ഓക്കെ, 2 കൊണ്ട് പോവും അല്ലെ. 6 2 12, 7 2 14, 8 2 16. ദെൻ 2 പോവും അല്ലെ. 3 2 6, ദെൻ 7 അതുപോലെ തന്നെ എടുത്ത് എഴുതി. 4 2 8. ഓക്കെ, ദെൻ വീണ്ടും 2 പോവാൻ വെച്ചാൽ 3 7 2. ദെൻ എടുക്കാം അല്ലെ. 7 2 14, 14 × 3 എത്ര വരും? 42. 42 × 2 84. 84 × 2 168. 168 × 2 എത്ര വരും? 336 കിട്ടും. ഓക്കെ, അപ്പൊ LCM എത്രയാണ്? 336 ആണെന്ന് കിട്ടി. പിന്നെ അതല്ലല്ലോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഈ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 4 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. സോ LCM കണ്ടിട്ട് 336 നമുക്ക് കിട്ടി. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 4 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 340 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരം എക്സാമിന് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നിട്ടുള്ള സംഖ്യയുടെ LCM കാണുക. LCM കണ്ടതിന് ശേഷം ആ കിട്ടിയിട്ടുള്ള LCMനെ നമ്മൾ 4 ശിഷ്ടം 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ കാല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള 5 വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.